Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah, good morning. Start ചെയ്യാം നമുക്ക്. Okay, ma'am. Okay. Prayer പാട്ടെ ma'am. പിന്നെ പഠിക്കോളൂ. Good morning, ma'am. Good morning. ദൈവമേ നിന്റെ ദിവ്യ കാരുണ്യം നിത്യവും ഞങ്ങൾ തരുളണം. ദൈവമേ നിന്റെ ദിവ്യ കാരുണ്യം നിത്യവും ഞങ്ങൾ തരുളണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരേണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരേണം. ദൈവമേ നിന്റെ ദിവ്യ കാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. താങ്ക് യു മാം. Okay, Jyoti. Next step, thought of the day. Good morning, ma'am. Good morning, friends. It is not enough for the teacher to love the child. She must first love and understand the universe. Dr. Maria Montessori. Thank you, ma'am. Okay, Shirley. Then sign in ഉണ്ടോ? തുടങ്ങിയോ? ഇല്ലല്ലോ? ഉണ്ട്. Okay. മാം ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ സൈനിങ് ഒരു കുഞ്ഞു കഥയാണ്. ഒരു കുട്ടി കുറെ മെഴുകുതിരി നാളം കത്തിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് നല്ലൊരു കാറ്റടിച്ച്. അപ്പോ ഈ കാറ്റത്തില് ഓരോ മെഴുകുതിരി നാളം ഇങ്ങനെ അണഞ്ഞണഞ്ഞു പൊക്കോണ്ടിരിക്കുക. അപ്പം അവസാനത്തെ തിരിനാളം ഈ കുട്ടിയോട് പറഞ്ഞു, നീ നിന്റെ രണ്ട് കൈ ഒന്ന് ചേർത്ത് തന്നെ പിടിക്കുവാണെങ്കിൽ എന്നിലെ തിരുനാളം അണയാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റും. പിന്നെ എന്തായാലും ഈ കാറ്റ് ഇങ്ങനെ തന്നെ നിൽക്കില്ല, ഈ കാറ്റ് ഒന്ന് അടങ്ങും, ശമിക്കും. അപ്പോ എന്നിലെ തിരുനാളം വെച്ച് നിനക്ക് ബാക്കി എല്ലാ തിരിയും കത്തിക്കുകയും ചെയ്യാം. ഇതില് നമ്മള് മനസ്സിലാക്കുന്ന ഒരു നിരാശയും ഡിപ്രഷനും ഒക്കെ ആയിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന നമ്മുടെ സുഹൃത്തോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ടോ നമ്മളൊന്ന് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാല് ആ വ്യക്തിക്ക് അതിൽ നിന്നും കരകയറാനും പറ്റും. ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കും ഒരു പക്ഷേ ഭാവിയിൽ അനേകം പേരെ ഈ ഒരു പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പം ആ മനുഷ്യനായിരിക്കും ഒരുപാട് പേരെ കര കയറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. അപ്പോ ഈ ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് സൈൻ ഇൻ ചെയ്യാണ്. വെൽക്കം മാം, വെൽക്കം ഓൾ. ഇന്ന് കുറെ പേര് സെമിനാറിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്നായി സെമിനാർ എടുക്കാനായിട്ട് ഉള്ള എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു മാം. Okay, Daisy. Yeah. Jolie, good morning. Okay, start ചെയ്യാം നമുക്ക്. കുറച്ചൊരു കോൺഫിഡൻസ് കംപ്ലീറ്റ് ആകാനായിട്ട്. ഏതൊക്കെയായിരുന്നു ഒന്ന് പറയാമോ? ഏതൊക്കെയായിരുന്നു? 11 ഉണ്ടായിരുന്നു, 11 പിന്നെ 16 പിന്നെ 18 പിന്നെ 19 20 21 24. എല്ലാവരും ഉണ്ടോ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനായിട്ട്? എല്ലാവരെയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പൊ 11 ആരാണ്? കോൺവേർഡ് റോൾ നമ്പർ 11 തമന്നയായിരുന്നു. തമന്ന ക്ലാസ്സിലുണ്ടോ? കേറിയിട്ടില്ലാന്ന് തോന്നുന്നു. തമൻ ഉണ്ടല്ലോ. ആളെ ലോഗിൻ ഓൺ ചെയ്തിട്ട് പോയി തോന്നുന്നു. തമന്ന ക്ലാസ്സിലുണ്ടോ?
ഇല്ല, കാണുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയി കാണും മിസ്സേ. എന്തോ സ്കൂളിലായിരിക്കുമല്ലോ, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയിട്ടുണ്ടാവും. അതായിരിക്കാം. വെയിറ്റ് ചെയ്യാം, നമുക്ക് തിരിച്ചു വരിക. അപ്പോ നെക്സ്റ്റ് 16 സുമയ. സുമയ. Good morning, ma'am. ഓക്കെ സുമയ, പറയൂ. Good morning, dear friends. ഇന്ന് 16ലെ റോൾ എന്ന് പറയുന്നത് നമ്മുടെ നൗണില് സിംഗുലർ നൗണിന്റെ കൂടെ എപ്പോഴും നമ്മൾ സിംഗുലർ വേർബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചില വാക്കുകൾ, ചില നൗൺസിൽ നമുക്ക് എസ് അവസാനം എൻഡ് ചെയ്യുന്നുണ്ട്. എസ് എന്ന ആൽഫബറ്റ് അവസാനം എൻഡ് ചെയ്യുന്നുണ്ട്. ഏതിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ്, സബ്ജക്റ്റ്, ഡിസീസസ്, ഗെയിംസുകള്, പിന്നെ ചില കൺട്രീസുകൾ, അല്ലെങ്കിൽ ചില കോമൺ വേർഡ്സുകളിലെല്ലാം നമ്മൾ അവസാനം എസ് വെച്ച് എൻഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും അത് നമ്മൾ സിംഗുലർ വേർബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ന്യൂസിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദിസ് ന്യൂസ് ഈസ് ട്രൂ, ഈ വാർത്ത സത്യമാണ്. അപ്പൊ അവിടെ നമ്മൾ സിംഗുലർ നൗൺ ആണ് നമ്മൾ ന്യൂസ് എന്ന് പറയുന്നത് അവിടെ. അപ്പൊ അവിടെ ഈസ് എന്ന് പറയുന്ന സിംഗുലർ ഓക്സിലറി ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ സബ്ജക്റ്റിന്റെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുകളിലും നമ്മൾ എസ് കൊണ്ട് അവസാനിക്കുന്നെങ്കിലും അത് സിംഗുലർ നൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, മനസ്സിലാകുന്നുണ്ട്. ഇനി ഡിസീസസ് നോക്കുകയാണെങ്കിൽ മീസിൽസ്, മംസ്, റുബല്ല, റാബീസ് പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവസാനം എസ് കൊണ്ട് അവസാനിക്കുന്നുണ്ട്. അതും നമ്മൾ സിംഗുലർ നൗൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഗെയിംസ്, സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബില്ലിയാർഡ്സ്, ജിംനാസ്റ്റിക്സ് എന്ന പോലുള്ള വാക്കുകൾ. ഇപ്പം ജിംനാസ്റ്റിക്സ് ഈസ് ആൻ ഒളിമ്പിക് സ്പോർട്സ് എന്ന് പറയുന്നുണ്ട്. അതിലും നമ്മൾ ഒരു സിംഗുലർ നൗണായിട്ടാണ് ആ സ്പോർട്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി കൺട്രീസ് നോക്കുകയാണെങ്കിലും കൺട്രീസ്, ചില പ്ലേസസ്, ഇത് കൺട്രീസും പ്ലേസസും പറയുമ്പോൾ നമ്മളത് പ്രോപ്പർ നൗണായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതും നമ്മൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഒറ്റ നേഷനാണ് അല്ലേ. നമുക്കത് യുണൈറ്റഡ് നേഷൻസ് ഹാസ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ഒരു ആസ്ഥാനം ന്യൂയോർക്കിലാണ്. അപ്പൊ അതൊരു സിംഗുലർ നൗൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏതൻസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഗ്രീസ്. ഗ്രീസിന്റെ തലസ്ഥാനമാണ് ഏതൻസ്. അവിടെയും നമ്മൾ എസ് കൊണ്ട് എൻഡ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ സിംഗുലർ നൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതർ കോമൺ വേർഡ്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ്, എയറോനോട്ടിക്സ്, ജിംനാസ്റ്റിക്സ്, ഇതിലെല്ലാം നമ്മൾ എസ് കൊണ്ട് അവസാനിക്കുന്നുണ്ട്. ഇതും നമ്മൾ സിംഗുലർ നൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്ലിയർ ആണ്. ഓക്കെ, പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ആ കാണുന്ന എല്ലാ കീവേഡ്സും എന്താണ്, കാണുമ്പോൾ പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും അതെല്ലാം സിംഗുലർ ആണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ സുമയ്യ, ക്ലിയർ? താങ്ക് യു മാം. Yeah. Any? Who's next? 18 Rashida. റഷീദ. Rashida. ഗുഡ് മോർണിംഗ് മാം. Yeah, morning. Start ചെയ്തു. തെറ്റുണ്ടെങ്കിൽ there are certain ആണ്. Sheep, deer, goat, salmon, trout, and nationality names such as Chinese, Japanese, Portuguese, Vietnam are both singular and plural, and take a singular or plural verb according to the number denoted. ഇത്തരത്തിലുള്ള nouns ഉപയോഗിക്കുമ്പോൾ പ്ലൂറൽ ആൻഡ് സിംഗുലറും സെയിം ആയിരിക്കും. എക്സാമ്പിൾ, ഐ ആം എ ചൈനീസ് പേഴ്സൺ. ഇവിടെ ചൈനീസ് സിംഗുലർ ആയതുകൊണ്ട് ആം ഉപയോഗിക്കുന്നു. വി ആർ ചൈനീസ് പീപ്പിൾ. എന്നാൽ ഇവിടെ ചൈനീസ് പ്ലൂറൽ ആയതുകൊണ്ട് ആർ ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയാം. 1 എയർക്രാഫ്റ്റ് വാസ് ഡെസ്ട്രോയിഡ്. ഇവിടെ ഒരു എയർക്രാഫ്റ്റ് നശിക്കപ്പെടുന്നു. അവിടെ അതുകൊണ്ട് വാസ് ആണ് നിൽക്കുന്നത്. 3 എയർക്രാഫ്റ്റ് വെയർ ഡെസ്ട്രോയിഡ്. അവിടെ 3 എയർക്രാഫ്റ്റ്
നശിപ്പിക്കപ്പെടുന്നു. ഇവിടെ ഒന്നിൽ കൂടുതൽ എയർക്രാഫ്റ്റുകൾ ഉണ്ടെങ്കിലും നൗണിന് മാറ്റമില്ല, പകരം വെർബിന് മാറ്റം വരുന്നു. സിംഗുലർ ആകുമ്പോൾ വാസും പ്ലൂറൽ ആകുമ്പോൾ വെയറും ഉപയോഗിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ശരിയായോ? മനസ്സിലായി. വാസ് വെയറിന്റെ മനസ്സിലായോ രക്ഷിത? എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി മാം, മനസ്സിലായി. ഓക്കെ രക്ഷിത, ടെൻഷൻ ഉണ്ടോ? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം ആണ്, പിന്നെ മറക്കൂല. ഓക്കെ രക്ഷിത, റൂൾ നമ്പർ 18 എന്ന് പറയുമ്പോ ഈ കാണുന്ന എല്ലാ കീവേഡ്സും അല്ലെ, എയർക്രാഫ്റ്റ്, ഷീപ്പ്, ഡിയർ, ഇതൊക്കെ എന്താണ്? എല്ലാരും പ്ലൂറലായിട്ടും സിംഗുലറായിട്ടും യൂസ് ചെയ്യും. അപ്പൊ ഒരെണ്ണാണെങ്കിൽ നമുക്കത് സിംഗുലറും, നമ്പേഴ്സ് അല്ലെ, എത്ര കമന്റ്സ് പറയാണ്, നമ്പർ വെച്ച് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോ അതെന്തായി പ്ലൂറലായിട്ട് മാറും. അപ്പൊ 3 എയർക്രാഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അത് പ്ലൂറലാണ് അല്ലെ, നമ്പേഴ്സ് വന്നാൽ അത് പ്ലൂറലാകും. അഥവാ അത് സിംഗിൾ ആയിട്ടാണ് ഒറ്റ വേർഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? സിംഗുലർ ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് റൂൾ നമ്പർ 19. 19. Eva. A gerund used as a subject of a sentence takes a singular verb. Subject of a sentence gerund യൂസ് ചെയ്യണമെങ്കിൽ അത് സിംഗുലർ വെർബ് ആയിരിക്കും വരിക. ഇപ്പൊ ഉദാഹരണത്തിന് സ്മോക്കിംഗ് സിഗരറ്റ്സ്, അത് സബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ തന്നെ വരും. ഈസ് ബാഡ് ഫോർ യുവർ ഹെൽത്ത്. ശരിയാണോ? എന്താണ് എന്നോട് ശരിയാണെന്ന് ചോദിക്കുന്നത്? ശരിയല്ലേ? ശരിയാണ്. അതായത് ജ്വരണ്ട അല്ലെ, അത് വരുമ്പോ ING ഫോം ആണ് വരാം. ING ഫോം ആണെങ്കിൽ അത് സിംഗുലർ ആയിട്ട് സിംഗുലർ വേർബ് ആണ് അവിടെ യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരുപാടൊന്നും റൂൾസ് ഒക്കെ ഒരുപാടൊന്നും അങ്ങനെ എന്താണ് എക്സാജറേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തമന്ന പോയി. ഗുഡ് മോർണിംഗ്. താഴെ പോയത് സ്കൂളിലാണ്, ലേറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പൊ റൂൾ നമ്പർ 19 ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണ്. അപ്പൊ തമന്ന റൂൾ നമ്പർ 11 പെട്ടെന്ന് പറഞ്ഞേ, കുറച്ച് ദിവസമായി തമന്ന വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ മിസ്, ഇപ്പൊ പറയാം. വീണ്ടും പോയോ? കാണുന്നില്ല. ഇല്ല മിസ്, ഇവിടെ ഉണ്ട്. ഞാൻ പേജ് ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. പേജ് നമ്പർ എത്രയായിരുന്നു ഒന്ന് പറയോ? 77. താഴെ പോയിട്ട് ഓടി വന്നപ്പോ എല്ലാ റിലേയും പോയി. 74 അല്ലേ? ആ, പക്ഷെ എവിടെയായിരുന്നു? 70. ഓക്കെ ഓക്കെ, പറയട്ടെ. പതുക്കെ വേണം വെക്കും. റൂൾ നമ്പർ 11 പറയുന്ന പ്രകാരം എന്താണ് നമ്മുടെ ഈ പറയുന്ന കീവേഡ്സ് ആയിട്ടുള്ളത് എന്താണ്? വെൻ എ ലോട്ട് ഓഫ്, പിന്നെ മോസ്റ്റ് ഓഫ്, സം ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ്. തമന്ന പോയോ? തമന്ന ബിസി ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, തമന്ന വെയിറ്റ് ചെയ്യൂ കേട്ടോ, അടുത്ത റൂള് പറയാം, അതിനുശേഷം പറഞ്ഞാൽ മതി. ഓക്കെ, കേട്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഓക്കെ, റൂൾ നമ്പർ നെക്സ്റ്റ് ഏതായിരുന്നു ജ്യോതി? 20 ഫർസാന. 20 ഫർസാന. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ശരിയാണെന്ന് അറിയില്ല. An infinitive used as the subject of a sentence takes a singular verb. Learning English and Hindi seems different. ഒരു വാക്യത്തിൽ ഇൻഫിനിറ്റീവ് കർത്താവായി വരുമ്പോൾ ക്രിയ ഏകവചനമായിരിക്കും. ഉദാഹരണത്തിന് ലേണിംഗ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി
സീംസ് ഡിഫറെന്റ് എന്ന വാക്യത്തിൽ ലേണിംഗ് ആണ് കർത്താവ്, അതുകൊണ്ട് ക്രിയ സീംസ് ഏകവചനത്തിൽ വരുന്നു. ഒരു വാക്യത്തിന്റെ കർത്താവായി വരുമ്പോൾ ഇൻഫിനിറ്റീവ് വെർബ് പ്ലസ് ടു കൂടി സിംഗുലർ ക്രിയ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ലേണിംഗ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി സീംസ് ഡിഫറെന്റ് എന്ന വാക്യത്തിൽ ലേണിംഗ് ആണ് കർത്താവ്, അതുകൊണ്ട് സീംസ് എന്ന സിംഗുലർ ക്രിയ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിയാണോ മാം? ഇതിപ്പോ കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ലേ പറഞ്ഞത്? അല്ലേ? ആണ് ഫർസാന, എന്താണ് ഫർസാനക്ക് എന്താണ് മനസ്സിലായെന്ന് പറഞ്ഞു? ജസ്റ്റ് സിമ്പിൾ ആക്കി എന്ന് പറഞ്ഞു. ഇൻഫിനിറ്റീവിൽ ടു എന്ന വാക്കിനൊപ്പം ഒരു ക്രിയ വരുന്നത്, ഉദാഹരണത്തിന് ടു ലേൺ, ടു സീം, ടു ഈറ്റ് എന്നിങ്ങനെ. ഈ ഫ്രേസുകൾ ഒരു വാക്യത്തിന്റെ വിഷയമായി വരുമ്പോൾ ക്രിയ ഏകവചനത്തിലായിരിക്കണം. അതായത് ഈസ്, വാസ്, ഹാസ് എന്നിങ്ങനെ ഉപയോഗിക്കണം. ഓക്കെ, ഇൻഫിനിറ്റീവ് ആണ് വരുന്നതെങ്കിൽ, സബ്ജക്റ്റ് ആയിട്ട് ഇൻഫിനിറ്റീവ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആയിരിക്കണം. അല്ലെ? ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണ്? ഫർസാന, എന്താണ്? ടെൻഷൻ ആണല്ലോ. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പേടിയാണ്. എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ? എന്താണ്? ടീച്ചേഴ്സ്, നിങ്ങളൊക്കെ ടീച്ചേഴ്സ് അല്ലേ? ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സൂപ്പറായിട്ട് മനസ്സിലായിടാ, നന്നായി മനസ്സിലായി. നന്നായിട്ട് മനസ്സിലായി. എന്നെക്കാളും നീ സൂപ്പറായി പറഞ്ഞു, ഞാനാണ് മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് കറക്റ്റ്, അതങ്ങ് ശക്തിയായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി എന്നേ ഉള്ളൂ. പേടിച്ചു ആ പറയുന്നുണ്ടോ? നെർവസ്നെസ്സിന് പേടിച്ച് പറഞ്ഞതായി. അതുകൊണ്ടാ പ്രയറോ വോട്ട്സോ ഒക്കെ പറയാൻ പറയുന്നത് എല്ലാവരും. ആ ഒരു പേടി പോകാനാണല്ലേ ഈ പ്രയറും തോട്ട് ഓഫ് സ്റ്റേ ഒക്കെ തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഷേർലി പറഞ്ഞത് കേട്ടോ? ഓക്കെ മാം, ഇപ്പൊ പാടി എന്റെ പാട്ട് തന്നെ ശരിയായി എന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ കുറച്ച് പാടാൻ പറ്റും. പാട്ട് പഠിച്ചു അല്ലേ? സംഗീതം പഠിച്ചു എല്ലാവരും പ്രയർ ചൊല്ലി. ഓക്കെ, അപ്പൊ ഫർസാന ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത റൂൾ ഏതാണ്? 21 ആരബി. ഞാനാണ് മാം. ഓക്കെ, അപ്പോ നമുക്ക് 21th റൂൾ എന്താന്ന് നോക്കാം. പീപ്പിൾ, പോലീസ്, ക്ലർജി, കാറ്റിൽ ആൻഡ് വെർമിൻ ആർ ഓൾവേസ് പ്ലൂറൽ ആൻഡ് ടേക്ക് എ പ്ലൂറൽ വെർബ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ പറയുന്നത് അല്ലേ പീപ്പിൾ. അപ്പൊ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ പീപ്പിൾ എന്ന് പറയുമ്പോൾ വൺ ഓർ അതായത് ഒന്നിൽ കൂടുതൽ അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് പോലീസ് എന്ന് പറയുന്നതും. പോലീസ് എന്ന് പറയുന്നത് ഒരു പോലീസ്മാൻ എന്നല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആകുമ്പോൾ പോലീസ് എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അതുപോലെ തന്നെ ക്ലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്രീസ്റ്റ് ആണ്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതന്മാർ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വേർഡ്സ്. അതുപോലെ തന്നെ കാറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നുകാലി കൂട്ടത്തിലാണ് നമ്മൾ കാറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പശു അല്ലെങ്കിൽ ഒരു ബഫലോ ഒക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അതിന്റെ പേരെടുത്താൽ പറയുള്ളൂ. അപ്പൊ ഒരു ഗ്രൂപ്പിനെ പറയുമ്പോൾ കാറ്റിൽ എന്ന് പറയും. അതുപോലെ തന്നെ വെർമിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കീടങ്ങളെയാണ് നമ്മൾ പറയുന്നത് വെർമിൻ. അതായത് ഗ്രൂപ്പ് ഓഫ് വേംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എന്താ പറയാ ജേംസിനെയൊക്കെ നമ്മൾ വെർമിൻ എന്നൊരു ടേം ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഓൾവേസ് പ്ലൂറൽ ആണ്. അപ്പൊ നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പീപ്പിൾ, പോലീസ്, ക്ലർജി, കാറ്റിൽ, വെർമിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അത് പ്ലൂറൽ ഫോം ആണെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ളപ്പം വെർബ് എപ്പോഴും അവിടെ ഒരു പ്ലൂറൽ വെർബ് തന്നെ ആയിരിക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ദ പോലീസ് ഹാവ് അറസ്റ്റഡ് 3 thieves ഇൻ ദ സിറ്റി അല്ലെ. പോലീസ് ഹാവ് അറസ്റ്റഡ് 3 thieves. അപ്പം അതൊരു പ്ലൂറൽ ഫോം ആയതുകൊണ്ടാണ് ഹാവ് അറസ്റ്റഡ് എന്ന് വന്നത് അല്ലെ. അല്ലെങ്കിൽ അത് എന്താവും? ആരെങ്കിലും ഒന്ന് പറയൂ. ഹാസ് എന്ന് വരും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കുറച്ച് എക്സാമ്പിൾസും കൂടി ഞാൻ നമുക്ക് ഷെയർ ചെയ്ത് തരാം. ഫസ്റ്റ്, അപ്പം കാറ്റിൽ ആർ ഗ്രേസിംഗ് നിയർ ദ റിവർ. കാറ്റിൽ ആർ ഗ്രേസിംഗ് ദ റിവർ. അപ്പം അവിടെ കാറ്റിൽ എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും അത് സിംഗുലർ ആണെന്ന്, പക്ഷെ സിംഗുലർ അല്ല, ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആർ യൂസ് ചെയ്യണം. ദെൻ ഫോർ വെർമിൻ എന്ന് പറയുമ്പോൾ വെർമിൻ ആർ സ്പ്രെഡിങ് ഡിസീസ് ഇൻ ദ ഏരിയ. അപ്പോ വെർമിൻ എന്ന് പറയുമ്പം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം കേട്ടോ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ക്ലർജി മെമ്പേഴ്സ് ഹാവ് ഗ്യാതേർഡ് ഫോർ ദ ആനുവൽ മീറ്റിംഗ്.
അതായത് ക്ലർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതന്മാരുടെ, അതായത് പുരോഹിതന്മാരുടെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും എന്ത് ചെയ്തിരിക്കുകയാണ്, ഗ്യാദർ ചെയ്തിരിക്കുകയാണ് എന്തിന്, ആനുവൽ മീറ്റിങ്ങിന്. അപ്പോൾ അവിടെ ഹാസ് അല്ല ഹാവ് ആണ് ചേർത്തിരിക്കുന്നത്. സോ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് ക്ലർജി എന്ന് പറയുന്ന ഒരു പ്ലൂറൽ ഫോം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അത് പ്ലൂറൽ വെർബായി. ഇനി അടുത്തത് പോലീസ്മാന്റെ കേസ് എടുക്കുവാണെങ്കിൽ, ഒരു പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്ലൂറൽ ഫോം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നോക്കാം. പോലീസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് തറൗലി. പോലീസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വൺ മോർ എക്സാമ്പിൾ ഫോർ പീപ്പിൾ. മെനി പീപ്പിൾ എൻജോയ് വാച്ചിങ് മൂവീസ് ഓൺ വീക്കെൻഡ്സ്. മെനി പീപ്പിൾ. അപ്പൊ മെനി പീപ്പിൾ എന്ന് പറഞ്ഞപ്പം എന്തായി, അപ്പൊ ഒരു സംശയമായോ? മെനി പീപ്പിൾ അപ്പൊ പ്ലൂറൽ ഫോം തന്നെയാണ് അത് കേട്ടോ. അപ്പൊ മെനി പീപ്പിൾ എൻജോയ് വാച്ചിങ് മൂവീസ് ഓൺ വീക്കെൻഡ്സ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ആരംഭി നന്നായിട്ട് പറഞ്ഞു കേട്ടോ, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. പിന്നെ ഒരു ന്യൂസ് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ മാം, എനിക്ക് ഞാൻ ഡാൻസിന്റെ അരങ്ങേറ്റം ഒക്കെയാണ് കുട്ടികളുടെ. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ ക്ലാസ് കുറച്ച് മിസ്സാവുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്കൂളില് ഇന്റേൺഷിപ്പിന് കയറി. ഇന്റേൺഷിപ്പ് അത് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അവര് ഓഗസ്റ്റിൽ കയറാന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഓഗസ്റ്റ് തൊട്ട് കയറാണ്. LKG UKG കുട്ടികൾക്ക് തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പം ICSE കുട്ടികളാണ്. അപ്പൊ ഞാൻ കയറാണ്. മിസ് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണോട്ടെ എനിക്ക് വേണ്ടി. ഓക്കെ, പക്ഷെ ആരംഭി നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ടീച്ചറായിട്ട് വരും. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ ആരംഭി. അപ്പോ റൂൾ നമ്പർ 22 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് റൂൾ നമ്പർ ലാസ്റ്റ് അല്ലെ, 24 ശാന്തി. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. കോൺഗഡിന്റെ 24th റൂളാ പറയുന്നത്. കോൺഗഡ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. അതാ കോൺഗഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. 24th റൂൾ. In sports and games, report names of countries are usually treated as plural and take as a plural verb. അപ്പോൾ നെയിംസ് ഓഫ് കൺട്രീസ് ആർ ഓൾവേസ് സിംഗുലർ. രാജ്യങ്ങളുടെ പേരുകളൊക്കെ ചിലപ്പോൾ എപ്പോഴും സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ ഇതൊക്കെ. എന്നാൽ സർട്ടൻ നെയിംസിലേക്ക് വെസ്റ്റ് ഇൻഡീസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതൊക്കെ എസ് വരുന്നതുകൊണ്ട് ഇത് നമുക്കറിയാം, ES ഇത് അവസാനിച്ച് അത് പ്ലൂറൽ ഫോം ആണ് പറയുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ, ഇന്ത്യ ഹാവ് വൺ ദ മാച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യ സിംഗുലർ നൗൺ ആണ്. ഇന്ത്യ ഹാവ് വൺ ദ മാച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് വരും. അത് കളക്റ്റീവ് നൗണിനകത്ത് ഉൾപ്പെടുന്നതാണ്. പിന്നെ ഓസ്ട്രേലിയ ഹാവ് സ്കോർഡ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നാഷണൽ ടീമിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യ പ്ലേസ് വെൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ സിംഗുലർ വെർബ്. പക്ഷെ ഇവിടെ ഇന്ത്യ പ്ലേസ് വെൽ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ കളിക്കുന്നു, അങ്ങനെ വരുമ്പോൾ അതൊരു ടീമാണ്. സോ ഇറ്റ് ഈസ് പ്ലൂറൽ വെർബ്. മനസ്സിലായോ? ഓക്കെ ശാന്തി, ടെൻഷൻ ആണ് എല്ലാവർക്കും. അതായത് റൂൾ നമ്പർ 24 എന്ന് പറയുമ്പോൾ സ്പോർട്സ് ആണ്, ഗെയിംസ് ആണ് അല്ലെ, സ്പോർട്സ് നെയിംസ് ഓഫ് കൺട്രീസ് ഒക്കെ പറയുമ്പോൾ സംടൈംസ് സ്പോർട്സ് ഒക്കെ പറയുമ്പോൾ പ്ലൂറലാണ്, ഇതെല്ലാം പ്ലൂറലാന്നാ പറയുന്നത്. പക്ഷെ റെപ്രസെന്റ് ചെയ്ത് വരുമ്പോൾ അല്ലെ, ഒരു കൺട്രിയെ റെപ്രസെന്റ് ചെയ്ത് വരുമ്പോഴാണ് ഇത് പ്ലൂറലായിട്ട് വരാം. അല്ലെങ്കിൽ എന്താണ് സിംഗുലർ ആണ്, അല്ലെ കൺട്രി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സോ റെപ്രസെന്റേറ്റ് വരുമ്പോഴാണ് എന്ത് പ്ലൂറലായിട്ട് മാറാം. ക്ലിയർ? ഇനി ലാസ്റ്റ് വൺ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റൂൾ നമ്പർ 11. തമന്ന വന്നോ? വന്നു. ഓരോ കാര്യമായിട്ട് അങ്ങോട്ട് വിളിച്ചോണ്ടോ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ എല്ലാരും സോറി കേട്ടോ, മിസ്സിന്റെ അടുത്ത് സോറി. തുടങ്ങുമ്പോഴായിരിക്കും ഇവിടെ ബഹളം, എക്സാമിന്റെ ഒരു തിരക്ക്. ഞാനും പ്രിപ്പയർഡ് ആയത് എല്ലാം കിളി പോയിരിക്കുക. എന്നാൽ എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യും, എന്നെയും കൂടെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, റൂൾ നമ്പർ 11 ഞാൻ പറയുന്ന കീവേഡ്സ് നോക്കിക്കോളാം. നമ്മൾ കീവേഡ്സ് വെച്ചല്ലേ ഇത്രയും പഠിച്ചു. അപ്പൊ അതേപോലെ തന്നെ വെൻ എ ലോട്ട് ഓഫ്, പിന്നെ മോസ്റ്റ് ഓഫ്, സം ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ്, ഈ വരുന്ന 4 കീവേഡ്സ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് നോക്കാം.
അതേപോലെ നോക്കേണ്ടത് ഈ കീവേഡ്സിനെ ഫോളോ ചെയ്യുന്നത് ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കും. മിക്കവാറും ആയിരിക്കും പ്ലൂറൽ നൗൺ തന്നെയാണോ ഫോളോ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. എ ലോട്ട് ഓഫ് ബുക്സ്. എ ലോട്ട് ഓഫ് എന്ന് പറയുന്ന കീവേഡ് ആ സെന്റൻസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ബുക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ നൗൺ ആണ്, ബുക്കുകൾ. തൊട്ടടുത്തപ്പോ ആരാ വരേണ്ടത്? പ്ലൂറൽ വെർബ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആർ മിസ്സിംഗ് ഫ്രം ദ ഷിഫ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? എ ലോട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ കീവേഡിലുള്ള ആളാണ്. അത് ഫോളോ ചെയ്തിരിക്കുന്ന ആരാണ്? പ്ലൂറൽ നൗൺ ആണ്, ബുക്സ് ആണ് അതിനെ ഫോളോ ചെയ്ത്, ബുക്സ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടെ എഴുതുന്നത്? പ്ലൂറൽ വെർബ് ആയിരിക്കും, ആർ. രണ്ടാമത്തെ ഇത് നോക്കിയേ, സം ഓഫ് ദി സ്റ്റുഡൻസ് ഹാവ് ബീൻ സസ്പെൻഡഡ് ഫ്രം ദ കോളേജ്. സം നമ്മുടെ കീവേഡിലുള്ളതാണല്ലോ സം ഓഫ്. ആ സം ഓഫ് ആരെ ഫോളോ ചെയ്തിരിക്കുന്നത്? പ്ലൂറൽ നൗൺ ആണ് അല്ലെ? സ്റ്റുഡൻസ് ആണ്, സ്റ്റുഡൻസ് പ്ലൂറൽ നൗൺ ആണ്. അപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതായിരിക്കും? പ്ലൂറൽ വെർബ്, ഹാവ് ബീൻ, ഹാവ്. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ദ ഗ്രേറ്റർ പാർട്ട് ഓഫ്, നമ്മുടെ കീവേഡ് വന്നിട്ടുണ്ട് അല്ലെ? ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ഫോളോ ചെയ്തിരിക്കുന്ന ആരാണ്? മാംഗോസ് ആണ്, പ്ലൂറൽ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വെർബ് യൂസ് ചെയ്യുക? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. മാംഗോസ്, ആർ. അപ്പോ ഞാൻ ഈ പറഞ്ഞ കീവേഡ്സ് വെൻ എ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ്, ഇത് ഒരു പ്ലൂറൽ നൗണിനെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ വെർബ് ആയിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ആ ഒരു റൂള് ക്ലിയർ ആയി. ഇനി തൊട്ടടുത്ത് പക്ഷെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പ്രശ്നക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അൺകൗണ്ടബിൾ നൗൺ ആണ് വില്ലൻ. അതായത് അൺകൗണ്ടബിൾ നൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണല്ലോ അൺകൗണ്ടബിൾ നൗൺ. ഈ അൺകൗണ്ടബിൾ നൗൺ വന്നു കഴിഞ്ഞാൽ ഇവര് നമ്മളെ കുഴപ്പിച്ചു കളയും. അവിടെ ഏതാ വരിക? സിംഗുലർ വെർബ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ എക്സാമ്പിള്, എ ലോട്ട് ഓഫ് മണി എന്ന് പറയുമ്പോൾ, അതായത് ലോട്ട് ഓഫ് എന്നുള്ളത് നമ്മുടെ കീവേഡ് ആണ്. അത് വേറെ റൂൾ, ഒരു ഭാഗമായിട്ട് നിൽക്കട്ടെ, റൂൾ എ പോലെ നിൽക്കട്ടെ, റൂൾ നമ്പർ 11 എ റൂൾ ആയിട്ട് നിൽക്കട്ടെ ആ കീവേഡ്സിന്റെ. ഈ കീവേഡ്സും കൂടെ എ ലോട്ട് ഓഫ് മണി എന്ന് വരുമ്പം അത് അൺകൗണ്ടബിൾ നൗൺ ആണല്ലോ. എന്നെ തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല എ ലോട്ട് ഓഫ് മണി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് ഏതായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മൾ എഴുതേണ്ട ഏത് വെർബായിരിക്കും അവിടെ വരുന്നത്? സിംഗുലർ വെർബായിരിക്കും. എ ലോട്ട് ഓഫ് മണി വാസ് wasted on lottery tickets. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, മോസ്റ്റ് ഓഫ് ദ വീറ്റ്. മോസ്റ്റ് ഓഫ് ദ വീറ്റ് അതും ഏത് നൗൺ ആണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ അതിനെ നമ്മൾ എവിടെ എന്തായിരിക്കണം വരിക? സിംഗുലർ വെർബ്. സീംസ്, സിംഗുലർ വെർബ് വന്നു, സീംസ് ഗുഡ്. മൂന്നാമത്തെ എക്സാമ്പിള്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ വാട്ടർ. അതും കൂടെ കണക്ട് ചെയ്ത് വായിക്കണം കേട്ടോ. അൺകൗണ്ടബിൾ നൗൺ ആണെന്ന് നമുക്ക്, വാട്ടേഴ്സ് എന്ന് എന്തായാലും വരില്ല. ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ വാട്ടർ അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോ അതിനെ ഏതായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്? സിംഗുലർ വെർബ് ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി. റൂൾ നമ്പർ 11 എയും ബിയും ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അങ്ങനെ പഠിച്ചാ പോരെ മാം? ഞങ്ങൾ അങ്ങനെ പഠിച്ചാ പോരെ? എയും ബിയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓടി പേടിച്ചോ ഒന്ന് പറഞ്ഞതാ പെട്ടെന്ന്. താങ്ക് യു മാം. ക്ലിയർ അല്ലേ? ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ആണ്. അപ്പൊ നമ്മുടെ എല്ലാ റൂൾസും കംപ്ലീറ്റ് ആയി. കോൺവേർഡ് ആൻഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ്, അതായത് നാളെ നമുക്ക് മോക്ക് ടെസ്റ്റ് വെക്കാം കേട്ടോ. ആർട്ടിക്കിളിന്റെ പോർഷനിൽ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ആ ചാപ്റ്ററിൽ. ഓക്കെ, നമുക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. സോ പിന്നെന്താണ്, അപ്പൊ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ടീച്ചേഴ്സ്? വലിയ ടോപ്പിക് ഒന്നും അല്ലെങ്കിൽ ഒരു ചെറിയ ടോപ്പിക് ആണ് അല്ലെ? അതായത് ചെറുതിൽ നിന്ന് പോയാലല്ലേ മാം വലുതായി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഒരു ജസ്റ്റ് ഒരു പ്രാക്ടീസ് ചെയ്ത് എടുത്തോളാം. പ്രാക്ടീസ് ആണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ടെൻഷൻ ആണ് എല്ലാവർക്കും, അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അതോടുകൂടി നല്ല ക്ലാസ് ആയിരിക്കും. എല്ലാവർക്കും ട്രെയിനിങ് ആണ്, ട്രെയിനിങ് ആണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററും കൂടെ ക്ലാസ് എടുക്കണ്ടേ? ഇനി ഇങ്ങോട്ട് നിങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്, ഞാനിങ്ങനെ വെറുതെ ഇരിക്കും അല്ലെ? അങ്ങനെയല്ല കേട്ടോ. ക്ലാസ് എടുക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് റൂള്, ആദ്യം ഞാൻ ക്ലാസ് എടുത്ത ടൈമിലും നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴും എന്താണ് തോന്നിയത്? എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ നിങ്ങൾക്ക്? അതായത് കൂടുതൽ മനസ്സിലായപ്പോൾ നമ്മൾ തന്നെ അത് സെർച്ച് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മൈൻഡിൽ ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് തോന്നി പെട്ടെന്ന്. അതാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്, എന്നിട്ട് ഫുൾ കൺഫ്യൂഷൻ വരും. ഒരു 5-6 റൂള് പറയുമ്പോഴേക്കും എല്ലാവരും കിളി പോകും. ഇതാവുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഒരു ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ റൂളും പഠിച്ചു.
ഇതിന് മാം എല്ലാ പറഞ്ഞത് മനസ്സിലായില്ല എന്നല്ല മാം പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് മൈൻഡിൽ കയറും. പക്ഷെ കുറെ നേരം കഴിഞ്ഞ് അത് മറക്കും. ഇതാണെങ്കിൽ അങ്ങനെ മൈൻഡ് ഫിക്സഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ പഠിക്കുന്നത്. ഓരോരുത്തരും ഓരോരുത്തരുടെ ഐഡിയയിൽ കൂടെ പറയുമ്പോഴേ നമുക്ക് അതിന്റെ വെറൈറ്റി ആയിട്ട് കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. മാം ഞാനാണ് ഇതെല്ലാം മിസ് ചെയ്തത്. ഇവരൊക്കെ എടുത്തത് ഞാൻ മിസ് ചെയ്തു. സത്യം കഴിഞ്ഞ ക്ലാസ് ചെയ്തു. ഇനിയിപ്പോ റെക്കോർഡ് ക്ലാസ് എന്തായാലും ഇത് വേറെ ഒന്നിന്റെയും കണ്ടില്ലെങ്കിൽ ഇത് കാണും. എല്ലാരും ക്ലാസ് എടുത്തു. ടെൻഷൻ അടിച്ചാണെങ്കിലും എല്ലാരും പറഞ്ഞു. ഓക്കെ, നന്നായിരുന്നു എന്തായാലും. അപ്പോ മനസ്സിലായോ? കേൾക്കുന്നതാണോ ഏറ്റവും ബെറ്റർ, പഠിപ്പിക്കുന്നതാണോ? പഠിപ്പിക്കുന്നതാണ്. പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുക. ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കുന്നത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴാണ്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പഠിക്കില്ല. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് പഠിക്കാനാണ്. അപ്പൊ നിങ്ങൾ കേട്ടിരിക്കും, കുറച്ചൊക്കെ വിട്ടുകളയും. അത്രയും നമ്മൾ അത്രയും ശ്രദ്ധിച്ചിരിക്കാൻ ചാൻസ് കുറവാണ്. എപ്പോഴെങ്കിലും മൈൻഡിൽ നിന്ന് പോകും. പക്ഷേ നിങ്ങൾ അയ്യോ അവരെ പഠിപ്പിക്കണമല്ലോ, നന്നായിട്ട് ക്ലാസ് എടുക്കണമല്ലോ, അവർക്ക് മനസ്സിലാവണ്ടേ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് വന്നുവിട്ടിട്ട് പറയും. പക്ഷെ അത് ഇവർക്ക് ക്ലിയർ ആകുമെന്നാണ് ടെൻഷൻ. അല്ലാണ്ട് നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നേയില്ല. അത്രയും ഞങ്ങൾ പഠിച്ചല്ലോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. പറയുമ്പോ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ദൂരം പഠിച്ചു അല്ലെ, ഒരുപാട് പഠിച്ചു നിങ്ങള്. അതാണ്, അതൊരിക്കലും നമ്മൾ മറക്കില്ല. ഇനി അങ്ങോട്ടുള്ള ഒരു പോർഷൻ നിങ്ങൾ മറക്കില്ല കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അതൊരു എക്സ്പീരിയൻസും കൂടിയാണ്. എങ്ങനെ ക്ലാസ് എടുക്കാം, ക്ലാസ് എടുക്കാം, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കുഴപ്പമില്ല, വരുന്നുണ്ടല്ലോ. ഇനി അങ്ങോട്ട് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഇനിയിപ്പോ കണ്ടീഷൻ സെന്റൻസ് ഉണ്ട്, പിന്നെ ഏതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ട്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാല് പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ വേണ്ടി തരാം. ഞാൻ എല്ലാം തരാം, നിങ്ങൾ പറഞ്ഞാൽ മതി. എല്ലാ ചാപ്റ്റേഴ്സ് ഞാൻ തരും. ഓക്കെ മാം, ഞങ്ങള് അടുത്ത ക്ലാസ് എടുക്കുന്നത് കണ്ടീഷൻ സെന്റൻസ് ആണോ അതോ ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണോ? കണ്ടീഷൻ എടുക്കാം. നമുക്ക് കണ്ടീഷൻ കുറച്ചേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, കണ്ടീഷൻ സെന്റൻസിൽ നിന്ന് പൊതുവെ എക്സാമിൽ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ആരാണ് കണ്ടീഷൻ സെന്റൻസ് ആരാണ് എടുക്കുന്നേ? പ്രസീത ഉണ്ടായിരുന്നു. പ്രസീത ആൻഡ് നൗഫല. എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും പ്രസന്റ് ആണ് ക്ലാസ്സിൽ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. റെഡിയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് നമ്പർ 9 കണ്ടീഷണൽ സെന്റൻസ്. 9 അല്ലേ? 9 ആണ്. ഓക്കെ, അപ്പോ ടീച്ചേഴ്സ് ഒക്കെ എല്ലാവരും പ്രസന്റ് ആണ്. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ടീച്ചേഴ്സ് ടെൻഷൻ ഇല്ലാണ്ട് കൂൾ ആയിട്ട് ആക്റ്റീവായിട്ട് ക്ലാസ് എടുക്കും കേട്ടോ. ടീച്ചർ ആണ്. ഓക്കെ, സ്റ്റുഡന്റ് അല്ല, ടീച്ചർ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ടീച്ചേഴ്സ് വിളിക്കുന്നത്. താങ്ക് യു മിസ്. യെസ്, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്യാണ്. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് ക്ലാസ് എടുക്കാണ്. ഏതാണ് പവർഫുൾ എന്ന് പറഞ്ഞേ? ക്യാമറ ഓഫ് ചെയ്യുന്നതാണോ ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കുന്നതാണോ? ഓൺ ചെയ്യുന്നത് തന്നെയാണ് മാമിനെ കണ്ടാൽ മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് ക്യാമറ ഓൺ ചെയ്യൂ എന്ന് ഞാൻ പറയുന്നത്. അത് കേൾക്കുമ്പോ അവരുടെ മനസ്സിലത് കേറും. പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കേറും. തമന്ന ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അലമ്പ് കോലം കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ മാം ഓഫ് ചെയ്ത് വെക്കുന്നത്. അയ്യ, അതറിയാം കേട്ടോ. നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ എല്ലാം അറിയാം. എന്നാലും മാക്സിമം നിങ്ങൾ ഓൺ ചെയ്യാൻ നോക്കുക. അതൊക്കെ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, നമുക്കറിയാലോ, എല്ലാവരെയും നമുക്കറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വിഷമൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, ഇപ്പൊ പ്രസീത റേറ്റിംഗ് ആണ്. ക്യാമറ ഓൺ ചെയ്തിരിക്കുകയാണ്. ക്യാമറ ഓൺ ചെയ്യുമ്പോ ഞങ്ങൾക്ക് എല്ലാവരെയും കാണാനും പറ്റും. ഇപ്പൊ എന്നെ എല്ലാവർക്കും അറിയാം, എനിക്ക് ആരെയും അറിയില്ല. നിങ്ങൾ കോൺവെക്കേഷൻ വന്നാൽ പോലും എനിക്കറിയാൻ പറ്റില്ല കേട്ടോ. എന്നേത് അയ്യോ മിസ് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, എന്നെ കണ്ട് ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എനിക്ക് അറിയില്ല നിങ്ങളെ. പേര് പറഞ്ഞാലും ചിലപ്പോ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ്. കണ്ടാ പിന്നെ മറക്കില്ലല്ലോ. പ്രസീത പറഞ്ഞോളൂ. Good morning, respected teacher and my dear kiddos. Are you ready to go our class? Okay. മലാൾക്കും താമസിക്കാൻ കരളിൽ തങ്ക
കിനാക്കൾ കൊണ്ടൊരു താജ് മഹാൾ ഞാനൊരുക്കാം. അതിൽ ഈ എങ്കിലും എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ ക്ലോസ് ആയിട്ട് വരുന്നത്. ഈ എങ്കിൽ എങ്കിൽ എന്ന് പറഞ്ഞ സാധനം അത് ക്ലിക്ക് ആവാനാട്ടോ ഞാൻ ആ രണ്ടുപേര് പാടിയത്. അതിൽ താമസിച്ചാൽ അതിന്റെ ഫലം നമുക്ക് കിട്ടും, അതാണ് റിസൾട്ട് ക്ലോസ്. ഇങ്ങനെ രണ്ട് കണ്ടീഷനാണ് ആ സെന്റൻസിൽ വരുന്ന ഭാഗങ്ങൾ. രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് വരുന്നത്. അതില് 4 കണ്ടീഷൻസ്. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പല കാര്യങ്ങൾക്കും പല കണ്ടീഷനും പറയാറുണ്ടെങ്കിലും ഈ സെന്റൻസിലാകെ 4 കണ്ടീഷൻസ് ഉള്ളൂ. അതില് 0 കണ്ടീഷൻസ്, അതായത് പൊതുവായി നമ്മുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ, പൊതുവായ സത്യങ്ങളെ കുറിച്ച്, പതിവായി സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഒരു കാര്യം ഉണ്ടായാൽ മറ്റൊന്ന് സംഭവിക്കും എന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഒരു നിബന്ധനയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അതിന്റെ ഫലമാണ് റിസൾട്ട് ക്ലോസ്. അതില് 0 കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. ബാക്കി കണ്ടീഷൻസ് ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർ പറയും. അതിൽ 0 കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഈ സെന്റൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊട്ടേഷന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ അതിലൊരു കോമയും മസ്റ്റാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെള്ളം ചൂടാക്കിയാൽ അത് തിളയ്ക്കും. ഇഫ് യു ഹീറ്റ് വാട്ടർ, കോമ ഇട്ടിട്ട് വേണം ഇറ്റ് ബോയിൽസ്. അപ്പോൾ ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ് എന്ന് പറയുമ്പോൾ അത് കൊട്ടേഷനുള്ളിലായിരിക്കണം. അതൊരു ഫാക്റ്റ് ആണല്ലോ, നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇഫ് യു സ്റ്റഡി വെൽ, നമ്മൾ നന്നായി പഠിക്കുമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈസ് കിട്ടും. അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ കോമ യു ഗെറ്റ് പ്രൈസ്. ഈ സെന്റൻസിനെ നമ്മൾ കൊട്ടേഷന്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. അതൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇനി ഇഫ് യു സിംഗ് വെൽ യു ഗെറ്റ് ക്ലാപ്പ്. അടുത്തത് ഇഫ് യു സ്പീക്ക് വെൽ യു ഗെറ്റ് കോൺഫിഡൻസ്. ഇഫ് ഹി സ്റ്റാർട്ട് ബിസിനസ് ഹി ഗെറ്റ് മണി. ഇനി ഇതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ്. ഈ സിമ്പിൾ പ്രസന്റിന്റെ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാം. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇത്രയേ ഉള്ളൂ ഈ സെന്റൻസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. മിസ്സേ മനസ്സിലായോ? ടീച്ചർ ചോദിച്ചിട്ടില്ലേ സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്യും? മനസ്സിലായി. യെസ് മാം, യെസ് മാം. താങ്ക് യു കിഡോസ്, ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആണ് കേട്ടോ ചെയ്ത. ഓക്കെ, നിങ്ങള് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഇമോജീസ് അയക്കുമ്പോ ഓക്കെ അയക്കാം, പക്ഷെ റെസ്പോണ്ട് ചെയ്യുമ്പോ ടീച്ചർ കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്. ഓക്കെ, അടുത്ത ആള് റെഡി ആയിട്ടിരിക്കുകയാണ്. ഫർസാന. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ സെന്റൻസ്. ഏതൊരു തരം വാക്യത്തിൽ ഏത് തരം വാക്യാണെങ്കിലും നമ്മൾ ഭാവിയിൽ ഒരു കാര്യം സംഭവിച്ചാൽ അതിന്റെ ഫലമായി വേറൊരു കാര്യം സംഭവിക്കും എന്ന് പറയാൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നടന്നാൽ അത് നടക്കും, അങ്ങനെ. ഇത് 2 ഭാഗങ്ങളാണ്. ഇഫ് വില്ല്. ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് പറയുന്ന ഭാഗം, ഇഫ് ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് പറയുന്ന ഭാഗം. ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. വില്ല് പ്രധാന ഭാഗം. ഇങ്ങോട്ട് വരുന്ന ഇങ്ങനെ സംഭവിക്കും എന്ന്, അങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന ഭാഗം. ഇവിടെ നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത്. ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് കണ്ടീഷൻ വിൽ പ്ലസ് വെർബ് അങ്ങനെ പറയും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, സിമ്പിളായി പറയുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. മഴ പെയ്താൽ ഞാൻ വീട്ടിലിരിക്കും. ഇഫ് യു സ്റ്റേ യു വിൽ പാസ് ദ എക്സാം. നീ പഠിച്ചാൽ പരീക്ഷയിൽ പാസ്സാവും, അങ്ങനെ. ഒരു ദീർഘശ്വാസം എടുത്തേ. എന്തൊരു ടെൻഷനായത്. എന്തെങ്കിലും എന്തോ എന്നോടാണോ? വെള്ളം കുടിക്കുന്ന സൗണ്ടാണോ കേൾക്കുന്നേ ഫർസാന? പാവപ്പെട്ട ഞങ്ങളല്ലേ ഇവിടെ ഇരിക്കുന്നതൊന്നും അറിയാത്ത, അപ്പൊ ധൈര്യമായിട്ട് പറയാലോ.
ശരിയല്ലേ? നമ്മൾ വേറെ ആരുമില്ലല്ലോ, പുറത്തുനിന്ന് ആരുമില്ല, ഞാൻ സ്റ്റുഡൻസ് ഉണ്ട്. ഒന്നും കൂടി പറയാ, അപ്പൊ നല്ല ധൈര്യമാവും. അതെ, ഒന്ന് വേണമെന്ന് പറഞ്ഞാലും ശരിയാവും സെറ്റാ. ഒന്നുകൂടി പറയണോ? ക്യാമറ ഓഫ് ആക്കട്ടെ. ഞാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, പറഞ്ഞോ, സൂപ്പറായിട്ട് പറഞ്ഞു, അതേപോലെ പറഞ്ഞോ, പറഞ്ഞോ. ഫസ്റ്റ് കണ്ടീഷൻ സെന്റൻസ് എന്നാൽ ഏതൊരു തരം വാക്യമാണ് നമ്മൾ ഭാവിയിൽ ഒരു കാര്യം സംഭവിച്ചാൽ അതിന്റെ ഫലമായി വേറൊരു കാര്യം സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് നടന്നാൽ അത് നടക്കും. ഇത് രണ്ട് ഭാഗങ്ങളാണ്, ഇഫും വില്ലും. ഇഫ് പറയുന്ന ഭാഗം ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് നമ്മൾ പറയുന്ന ഭാഗം, ഇങ്ങനെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. വില്ല് പ്രധാന ഭാഗം അങ്ങനെ സംഭവിക്കുമെന്ന് പറയാനാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത്. പിന്നെ ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് കണ്ടീഷൻ, വിൽ പ്ലസ് വെർബ്, ഇതിന്റെ ഫലം ഘടന. ഉദാഹരണത്തിന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. മഴ പെയ്താൽ ഞാൻ വീട്ടിലിരിക്കും. പിന്നെ ഇഫ് ഐ ഹാവ് മണി ഐ വിൽ ബൈ എ കാർ. എനിക്ക് പണമുണ്ടെങ്കിൽ ഞാൻ കാർ വാങ്ങും. ഇങ്ങനെയൊക്കെ. മനസ്സിലായോ? മനസ്സിലായി, ചുമ്മാ പറഞ്ഞതാ. ഒന്നുകൂടി വേണ്ടിട്ട് ഞങ്ങള് പറഞ്ഞു. ടെൻഷൻ അടിക്കാതിരുന്നാ മതി. ഞങ്ങൾക്കും ഉണ്ട് ക്ലാസ് നാളെ, അപ്പൊ ഇത് തന്നെയായിരിക്കും. ഓക്കെ ഫർസാന, ക്ലിയർ ആയിട്ടോ, ടെൻഷൻ അടിക്കണ്ട. ഇനി എന്നെ കണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തേട്ടോ. കൂളായിട്ടിരിക്കൂ, ക്ലാസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി ആരാണ്? ഒരാളുണ്ടല്ലോ, പ്രസീത, ഫർസാന, പിന്നെ ആതിര. അതെ അതെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. കേൾക്കാമോ? മഴയുള്ളോണ്ടേ. കേൾക്കാം. നമ്മൾ ഇനി ഇവിടെ സെക്കൻഡ് കണ്ടീഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് ആർ സെന്റൻസ് ഇൻ വിച്ച് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഓർ അൺറിയലിസ്റ്റിക് ഇവന്റ്, അതായത് സാധ്യതയില്ലാത്തതോ സാങ്കല്പികമോ ആയ സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ സെന്റൻസുകൾ ഉപയോഗിക്കാറ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ആർ സെന്റൻസസ് used would be simple past tense for if clause and modal auxiliary along with a main verb in the independent clause. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മോഡൽ ഓക്സിലറി വെർബ്. ഇതിന്റെ ഫോം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറി പിന്നെ ബേസ് വെർബ്, ഇങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണങ്ങള്, ഇഫ് ഐ വോണ്ട് ദ ലോട്ടറി ഐ വുഡ് ബൈ ഓൾ ദ ഫേമസ് സൂപ്പർ കാർ. അതായത് എനിക്ക് ലോട്ടറി അടിച്ചാൽ ഞാൻ എല്ലാ ഫേമസ് കാറുകളും വാങ്ങും. ഇവിടെ സാങ്കല്പികമായ സാധ്യത ഉണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ല. സാങ്കല്പികമായ സാഹചര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ മറ്റൊരു ഉദാഹരണം, ഇഫ് ദേ ഇൻവൈറ്റഡ് മീ ഐ വുഡ് അറ്റൻഡ് ദ ഫംഗ്ഷൻ. അവനെന്നെ ക്ഷണിച്ചാല് ഞാൻ ആ ഫംഗ്ഷന് പോവും, അറ്റൻഡ് ചെയ്യും. ഇഫ് ദ റെയിൻ സ്റ്റോപ്ഡ് ഐ വുഡ് ഗോ ഔട്ട്. മഴ നിന്നാൽ ഞാൻ പോവും. ഇതിന്റെ ഫോം ഒന്നുകൂടെ പറയാം, ഇഫ് പ്ലസ് V2, അത് സിമ്പിൾ പാസ്റ്റ് മോഡൽ ഓക്സിലറി പ്ലസ് ബേസ് വെർബ്. ഇത്ര ഞാൻ ആയിട്ടുള്ളൂ കേട്ടോ മാം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ക്ലാസ് കഴിഞ്ഞു? ഇല്ല, ഒരു കണ്ടീഷൻ. ഓക്കെ, പറയൂ. നെക്സ്റ്റ് തേർഡ് കണ്ടീഷനാണ്. പ്രസീത പറഞ്ഞ പോലെ തന്നെ കണ്ടീഷനും ഉണ്ട് റിസൾട്ടും ഉണ്ട്, രണ്ട് പാർട്ടായിട്ടുണ്ടാവും. ഇഫ് സ്റ്റാർട്ട് ചെയ്യും, ഈ ഒരു സെന്റൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ നിർബന്ധമാണ് ഈ കണ്ടീഷണൽ സെന്റൻസിന്. ഈ തേർഡ് കണ്ടീഷൻ എന്ന് വെച്ചാല് ഒരു വ്യക്തി ഭൂതകാലത്തിന് സങ്കല്പിക്കുന്ന ഒരു ഇതാണ് തേർഡ് കണ്ടീഷൻ. അതായത് ഇമാജിനറി സിറ്റുവേഷൻ ഇൻ ദി പാസ്റ്റ്, അതാണ് തേർഡ് കണ്ടീഷൻ. അതിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3, അതായത് ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് പിന്നെ ഒരു കോമ ഉണ്ടായി, പിന്നെ അതിന് അടുത്ത സെന്റൻസ് വരുന്നത് പെർഫെക്റ്റ് കണ്ടീഷൻ ആണ്.
പ്ലസ് V3 ആയിരിക്കും. അതായത് ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 പിന്നെ വുഡ് പ്ലസ് അതിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. എക്സാമ്പിൾസ് എന്ന് വെച്ചാല് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്. എന്താന്ന് വെച്ചാൽ നീ പഠിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അതെ, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആവുമായിരുന്നു എന്നുള്ള ഒരു ഇത് സൂചിപ്പിക്കുന്നതാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഇതില് V3 വരുന്നത് ടോൾഡ് ആണ്. രണ്ടിലും V3 ആയിരിക്കും. അതായത് ഫസ്റ്റ് കണ്ടീഷനിലും V3 ആയിരിക്കും, റിസൾട്ടിലും V3 ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് ഇഫ് ചേർത്തിട്ട് പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് ഹാഡും വുഡ് ഹാവും. നെക്സ്റ്റ് സെന്റൻസിന് വുഡ് ഹാവും ചേർക്കണം. ഫസ്റ്റ് സെന്റൻസിൽ ഹാഡ്, സെക്കൻഡ് സെന്റൻസിൽ വുഡ് ഹാവ്. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇഫ് ഐ ഹാഡ് സീൻ ഹിം ഐ വുഡ് ഹാവ് സ്പോക്കൺ. ഞാൻ അയാളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ അയാളെ സംസാരിക്കുമായിരുന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പോ ഇതില് ഇഫ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഐ ഹാഡ് സീൻ എന്നുള്ള ഇതാണ്. ഐ ഹാഡ് സീൻ V3 ആണ്. പിന്നെ ഐ വുഡ് ഹാവ് സ്പോക്കൺ, സ്പോക്കണും V3 ആണ്. വുഡ് ഹാവ് പെർഫെക്റ്റ് കണ്ടീഷൻ ആണ്. മനസ്സിലായി എല്ലാവർക്കും? മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, ക്ലിയർ? ഇതില് ഓരോ കണ്ടീഷണൽ ഉണ്ട് അല്ലെ. സീറോ കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ, അങ്ങനെ ഒരു കണ്ടീഷണൽ ആണ് ഉള്ളത് കേട്ടോ. സോ അതിന്റെ നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, കയ്യിലില്ല. സോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഏകദേശം എന്റെ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിൾസും സ്ട്രക്ചേഴ്സ് ഒക്കെ ഞാൻ നോട്ട്സിൽ കൊടുക്കാം. അത് അപ്ലോഡ് ചെയ്യാം, നോക്കി പഠിക്കുക. അതെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഇപ്പോ എടുത്തല്ലോ, എല്ലാവരും എടുത്തു. സോ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആക്കുകയാണെങ്കിൽ ക്ലിയർ ആക്കൂ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പോ യൂണിറ്റ് 9 ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഇല്ല കേട്ടോ. ഇതുവരെ അങ്ങനെ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 9 മോക്ക് ടെസ്റ്റ് ഒന്നും ഇല്ല. ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോ എന്താണ് കോൺഗേർഡ് യൂണിറ്റ് 4 ഇല്ല 5 മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ 9th ചാപ്റ്ററും കഴിഞ്ഞു. ഇനിയുള്ളത് ഏതൊക്കെയാണ്? യൂണിറ്റ് 11, 12, 13, 14 ഒക്കെയാണുള്ളത്. ഓക്കെ, അതില് 11th ഏതാണ്? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നമുക്ക് പ്രസന്റ് ചെയ്യാം. അറിയാലോ ആർക്കൊക്കെയാണ് ടോപ്പിക്സ് കിട്ടിയതെന്ന് അറിയാം. സോ അതൊന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഹാൻഡിൽ ചെയ്യൂ. ഇപ്പൊ ആരാണ് ഗ്രൂപ്പ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആരാണുള്ളത്? ഒരു ലീഡർ എന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? നമുക്ക് ലീഡർ ആഡ് ചെയ്യാട്ടോ. അത് തിരക്കൊന്നുമില്ല. ഇൻഡയറക്റ്റ് സ്പീച്ച് 3 പേര് മാം. സലീന, സാഗ, ജ്യോതി, ഞാനാണ്. അങ്ങനെ 3 പേരാണ് എടുക്കാന്ന് പറഞ്ഞത്. റിപ്പോർട്ടിംഗ് സ്പീച്ച്. പിന്നെ അടുത്തത് എനിക്ക് അറിയില്ല മാം. ഇത് മാത്രം ഞാൻ നോട്ട് ചെയ്ത്. അപ്പൊ ഒരു ലീഡർ പറയൂ. ഒരു ലീഡർ വേണം. ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഒരാള് ഗ്രൂപ്പിൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ, കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് കാര്യം നടക്കും. ക്ലാസ് അങ്ങനെ മുന്നോട്ട് പോകും. പ്രസീത, അതില് പറയുന്ന പ്രസീതയാണ്. പ്രസീത ഓക്കെ ആണോ? നല്ല ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ പ്രസീത ഡയറക്റ്റ് ആൻഡ് സ്പീച്ച് നമ്മൾ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പ്രസീത നോട്ട് ചെയ്യുക. അപ്പോ ഫസ്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് സ്പീച്ച് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡയറക്റ്റ് സ്പീച്ചില് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ടോപ്പിക് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടത്. സോ അത് ആരൊക്കെയാണ് നോക്കാം. ഓക്കെ, എന്നിട്ട് അവര് ക്ലാസ്സില് പ്രസന്റ് ആണോ നോക്കണം. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ പ്രസീത? ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ലീഡർക്ക് ഒരു ഉഷാറില്ലല്ലോ? എന്ത് ചേച്ചി ലീഡർ ലീഡറാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ നിങ്ങൾ എല്ലാവരും കേൾക്കുക. പക്ഷെ ഒരാൾ അത് എല്ലാം അറേഞ്ച് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെ? ശരിയല്ലേ? ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഷീബ എന്ന് പറയുന്ന ഒരാള് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് വരാൻ പറയണേ.
ഞങ്ങള് ആരാണ്? കമറുന്നിസയും ഷീബയും ഷേർലിയുമാണ് ഇമ്പരറ്റീവ്സ് ചെയ്യേണ്ടത്. ഷീബയെ ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷീബ. ഞാൻ കോണ്ടാക്ട് ചെയ്തു. കമറീസ് പറയുന്നുണ്ട്. ഇവിടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇന്ന് ഷീബ. ഞാനിവിടെ ഉണ്ട്. ഒന്ന് വാ ഗ്രൂപ്പിൽ വരണേ. ഏത് ഗ്രൂപ്പിലാ? നമ്മുടെ ഗ്രൂപ്പിലെ MD മെയിൻ ഗ്രൂപ്പില്. ഓക്കെ. ഓക്കെ. അപ്പോ ആരൊക്കെയാണ് ടോപ്പിക് എന്ന് പ്രസീത നോക്കുക. ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരുടെ കയ്യിലുണ്ട്. ആർക്കൊക്കെയാണ് കിട്ടിയെന്നുള്ളത് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവാം. ജ്യോതി ഷോയിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാകാം. സോ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവര് ക്ലാസ്സിൽ പ്രസന്റ് ആയിരിക്കണം. മനസ്സിലായോ? ക്ലാസ് മുന്നോട്ട് പോണം, പ്രസന്റ് ആയിരിക്കണം. ഇനിയിപ്പോ അവര് ഫസ്റ്റ് ഗ്രൂപ്പ് പ്രസന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും ടോപ്പിക്. അവരെടുക്കേണ്ടി വരും ക്ലാസ് നമുക്ക് മുടക്കം വരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ ആ ലെസൺ അല്ലേ തീർക്കേണ്ടത് അടുത്ത ക്ലാസ്? ആ പോർഷൻ ആളില്ലെങ്കിൽ അതിൽ നിന്ന് ഓരോരുത്തരെ വിളിക്കാലോ, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യും. എല്ലാവരും ഗ്രൂപ്പിൽ വരാം. നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്കറിയില്ല. മെയിൻ ഗ്രൂപ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മെയിൻ ഗ്രൂപ്പിലേക്കോ അങ്ങനെയൊന്ന് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യാ. എല്ലാവരും ജോയിൻ ചെയ്യാം. അതല്ല മാം, മെയിൻ ഗ്രൂപ്പും ഉണ്ട്, ഫ്രണ്ട്സ് ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ മെയിൻ ഗ്രൂപ്പിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ഗ്രൂപ്പിൽ എല്ലാവരും വരാട്ടോ. ഓക്കെ. കൊറേ മെസ്സേജ് എല്ലാം കേൾക്കാറില്ല. മെസ്സേജ് ഉണ്ടല്ലേ? മെയിൻ ഇന്ന് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം, ക്ലിയർ ചെയ്യാട്ടോ എല്ലാവരും. നെക്സ്റ്റ് ഫ്രൈഡേ ആണോ മാം ഇനി വരണ്ടേ? ഇനി ഞങ്ങള് പറയാൻ പറ്റില്ല. ഞാൻ എന്താ പറയാ, നെക്സ്റ്റ് അറിയില്ല. പെട്ടെന്ന് എങ്ങാനും ഞാൻ കയറി വന്നാലും എന്ത് ചെയ്യും, ഞാൻ ഇൻഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം. ഓക്കെ. എനിക്ക് ഇൻസ്റ്റയില് കോണ്ടാക്ട്, ജോലിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇൻസ്റ്റയില് തമന്നയായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറ്റുകയാണെങ്കിൽ ജ്യോതിയോടോ തമന്നയോടോ ആരോടെങ്കിലൊക്കെ ഞാൻ പറയാം. മതി മാം, മതി മതി. ഞങ്ങള് പ്രിപ്പയർഡ് ആയിക്കോളാം. കുറെ പേര് ഇൻസ്റ്റയില് നമ്മളൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല കേട്ടോ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല കുറെ പേരെ ഒന്നും. അത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ അറിയാൻ പറ്റും. ഓക്കെ, ആരൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ തിരിച്ച് ഫോളോയും ചെയ്തിട്ട് അറിയില്ല പക്ഷെ ആരാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറ്റിയാലും ഞാൻ ഇൻഫോം ചെയ്യാം. പെട്ടെന്ന് കയറി വരാണെങ്കിൽ തലേ ദിവസം ഞാൻ ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് പറയൂ. സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് മാം. ഞങ്ങൾ അങ്ങനെ ചോദിക്കരുത്. എല്ലാം രണ്ടാമത് ചോദിക്കുന്നുണ്ടല്ലേ? ഇനി ചോദിക്കുന്നില്ല. സൈൻ ഔട്ട് സൈൻ അപ്പ് ഓക്കെയാണ്. അപ്പൊ പറഞ്ഞോളൂ. Children are like buds in a garden and should be carefully and lovely nurtured. കുഞ്ഞുങ്ങൾ തോട്ടത്തിലെ മുളകളെ പോലെയാണ്, സ്നേഹത്തോടെ പരിപാലിക്കണം. ജവഹർലാൽ നെഹ്റു. Signed by Selina. Thank you, ma'am. Thank you, all friends. Thank you, ma'am. Thank you. Thank you, ma'am. Okay, thank you. Thank you all. See you on the next class. Okay, bye. Thank you. Thank you, ma'am. Thank you, ma'am.